ഓർമ്മകൾ ഓളം വെട്ടുന്ന ഒരു സന്ദർഭമാണ്. CMBയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. 87 മുതൽ ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയും സഹായിക്കുന്നതിന് വേണ്ടി യത്നിച്ച ഒരാളാണ്. പ്രത്യേകിച്ചും MVRൻ്റെ അഭാവത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാമായിരുന്നു ഉമ്മൻചാണ്ടി. ഞങ്ങളുടെ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ വന്ന സമയത്ത് അത് നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടു എന്നതിനേക്കാളുപരി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നുള്ള CMP കേരളത്തിലുണ്ടാകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 9ാം പാർട്ടി കോൺഗ്രസ് കോട്ടയത്ത് നടന്നപ്പോൾ ആദ്യമായിട്ടാണ് CMPയുടെ ചരിത്രത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ റാലി ഉദ്ഘാടനം ചെയ്തത്. എന്നും ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായിട്ട് കാണുന്നുണ്ട് 2014 ശേഷം. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. MVR അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ അംഗമായി ഇരുന്നു കൊണ്ടാണ് നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ നമുക്കറിയാം കേരളത്തെ ആകെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ നിർഭയനായി എടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു. കേരള ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒപ്പുണ്ട്. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ പ്രതീകമാണ്. ഞങ്ങൾക്കെല്ലാം ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികളിൽ ഞങ്ങളെ നയിച്ച രക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഖബറിടത്തിൽ ഞാനിന്ന് വരുമ്പോൾ എന്നോടൊപ്പം എൻ്റെ വലത്തെ സൈഡിൽ നിൽക്കുന്നത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഞാനിവിടെ ഏതാണ്ട് ഒരു മാസത്തോളം വന്ന് നിങ്ങൾക്കറിയാം. അന്ന് ഒരു സാധാരണ തൊഴിലാളി സ്ത്രീ പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ആ വനിതയോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഒരു ഉമ്മൻചാണ്ടിയെക്കുറിച്ചെല്ലാം വിസ്തരിച്ച് പറഞ്ഞതിന് ശേഷം ആ ലേഖകൻ ചോദിച്ചു, നിങ്ങൾക്ക് ചാണ്ടി ഉമ്മനെ അറിയില്ലല്ലോ, ഉമ്മൻചാണ്ടിയല്ലേ അറിയൂ? ആ കർഷക തൊഴിലാളിയായ സ്ത്രീ പറഞ്ഞത്, എനിക്ക് ചാണ്ടി ഉമ്മനെ അറിയില്ല, പക്ഷെ സാറ് വളർത്തിയ മോനല്ലേ എന്ന പ്രസ്താവന സത്യത്തിൽ നമുക്ക് പറയുമ്പോൾ ഹൃദയം നിറയും. അത് ഇന്ന് ചാണ്ടി ഉമ്മൻ അന്വർത്ഥമാക്കിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിലെ. ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രശംസിക്കുന്നില്ല. എത്രയോ വലിയ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി നാടിനു വേണ്ടി ചെയ്യാൻ അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട്. എനിക്ക് അദ്ദേഹം ഒരു കുട്ടിയാണ്, എൻ്റെ മകളുടെ സഹപാഠിയായിരുന്നു, അവരുടെ പ്രായം ഒന്നാണ്. എന്തായാലും ആ തലമുറയിൽപ്പെട്ട ആളാണെങ്കിലും എൻ്റെ മക്കളുടെ പ്രായത്തിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹം വലിയ ഉയരങ്ങളിലേക്ക് വരും. പുതുപ്പള്ളിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, UDFിൻ്റെ നേതാക്കൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം കുഞ്ഞനായാലും അതേ ഗോപനായാലും അതുപോലെ തന്നെ നമ്മുടെ UDFിൻ്റെ കൺവീനർ കുഞ്ഞുശ്ശേരിയാണെങ്കിലും മത്തായിയും തമ്പിയും അതുപോലെ തന്നെ നമ്മുടെ രാജീവനും കുഞ്ഞിനെ പറഞ്ഞു, കുഞ്ഞല്ലേ കുഞ്ഞില്ലംപള്ളി, എനിക്ക് കുഞ്ഞാണ്. അങ്ങനെ എല്ലാവർക്കും നന്ദി. എന്നോടൊപ്പം സുരേഷ് ബാബു എൻ്റെ പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ട്. എല്ലാവർക്കും നന്ദി.